ആദ്യത്തെ ഇതേപോലെ 2 മരപ്പലകകളുടെ പീസ് നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്നത് ഇതേപോലെയുള്ള ഒരു കമ്പിയുടെ പീസ് നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മരപ്പലകയുടെ പീസ് ഇതിൻ്റെ അതായത് 4 കോണ് ഭാഗങ്ങൾ അതായത് 4 മൂലകൾ നമുക്കൊന്ന് ചെത്തിയെടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെറിയ ഒരു ഓവൽ ഷേപ്പിൽ നമ്മൾ ഇതിൻ്റെ 4 മൂലകൾ നമ്മൾ ഇതേപോലെ കത്തി ഉപയോഗിച്ചിട്ടൊന്ന് ചെത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ 2 മരപ്പലകയുടെ പീസിൻ്റെ മൂലകളൊക്കെ നമ്മൾ ചെത്തിയെടുത്തു. ഇനി നമുക്ക് ഇത് സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിനുക്കിയെടുക്കണം. അപ്പോൾ അത് നമ്മുടെ പലകയുടെ പീസുകൾ നമ്മൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നന്നായിട്ട് ഉരസി മിനുക്കിയെടുത്തു. ഇനി നമുക്ക് ഇതിന് ഹോളുകൾ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതാ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ ഒരു പലകയുടെ ഈ 2 സൈഡ് ഭാഗത്ത് നമ്മൾ ഓരോ ഹോൾ തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. രണ്ടാമത്തെ പലകയിൽ നമ്മൾ ഒരു ഹോളും തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പലകയിൽ നമ്മൾ ഒരു ഹോളാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ 2 പീസിൽ നമ്മൾ ഹോളുകൾ തയ്യാറാക്കി, ഒരു പീസിൽ 2 ഹോൾ തയ്യാറാക്കി, രണ്ടാമത്തെ പീസിൽ ഒരു ഹോളും തയ്യാറാക്കിയെടുത്തു. ഇനി നമ്മുടെ കമ്പി എടുക്കുന്നുണ്ട്. ഈ കമ്പി നമ്മളൊന്ന് നിവർത്തിയെടുത്തതിന് ശേഷം 2 ഹോൾ തയ്യാറാക്കിയ പലകയുടെ ഒരു ഭാഗത്തെ ഹോളിലൂടെ കമ്പി ഇതേപോലെ നമ്മൾ കോർത്തെടുക്കുന്നുണ്ട്. പിന്നീട് അതിൻ്റെ രണ്ടാമത്തെ ഹോളിലൂടെ നമ്മൾ കമ്പിയുടെ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് 2 ഭാഗത്തും നമ്മൾ ഇതേപോലെ കമ്പി കോർത്തെടുത്തു. ഇനി നമുക്ക് ആ കമ്പിയുടെ ബാക്ക് ഭാഗം അതായത് പലകയുടെ അടിഭാഗം വരുന്ന ഭാഗം നമുക്ക് ഈ കമ്പി ഒന്ന് അടിച്ച് പലകയിലേക്ക് നന്നായിട്ട് അടിച്ചമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ അമർത്തി ഇതേപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മരത്തിൻ്റെ കമ്പിൽ നിന്ന് ഇതേപോലെയുള്ള പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, റൗണ്ട് പീസുകൾ. അതിൻ്റെ 2 സൈഡ് ഭാഗവും നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അത് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. നിങ്ങൾക്കിത് സാൻഡ് പേപ്പർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സാൻഡ് പേപ്പർ ചെയ്തെടുത്തു. അപ്പോൾ ഇതേപോലെയുള്ള കുറച്ച് പീസുകൾ നമുക്ക് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ കുറച്ച് പീസുകൾ നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ സൈഡ് ഭാഗങ്ങളിലായിട്ട് നമുക്ക് ഹോള് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ എല്ലാ പീസും നമുക്ക് ഇതേപോലെ ഹോള് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മുടെ പലകയിൽ കോർത്തെടുത്ത കമ്പിയിലേക്ക് ഈ ചെറിയ പീസുകൾ ഇതേപോലെ കോർത്തെടുക്കണം. ഓരോ പീസും കോർത്തെടുത്ത ശേഷം ഇതേപോലെ ചെറിയ ഗ്യാപ്പ് വെച്ചുകൊണ്ട് നമ്മളത് ഫ്ലെക്സിക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അവിടെ നന്നായിട്ട് ഫിറ്റ് ആവുന്ന രീതിയിൽ നമ്മൾ മരത്തിൻ്റെ പൊടിയൊക്കെ കൊടുത്തിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഗ്യാപ്പ് കൊടുത്തുകൊണ്ടാണ് നമ്മളിത് ഓരോന്നും തമ്മിൽ ചെറിയ ഗ്യാപ്പുകൾ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്തെ കമ്പിയിൽ നമ്മൾ 4 ചെറിയ പീസുകൾ കൊടുത്ത് ഒട്ടിച്ചെടുത്തു. അതിനുശേഷം നമ്മുടെ വലിയ മരത്തിൻ്റെ ആ പലകയുടെ പീസ് നമ്മൾ ഇതേപോലെ കോർത്തെടുത്തതിന് ശേഷം അതും നമ്മൾ നന്നായിട്ട് ഫിറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്, അതായത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഭാഗത്തെ കമ്പിയിൽ നമ്മൾ 4 ചെറിയ പീസും അതിന് മുകളിൽ വലിയ പലകയുടെ പീസും നമ്മൾ ഒട്ടിച്ചെടുത്തു. അതിനുശേഷം അത് രണ്ടാമത്തെ ഭാഗത്തും നമ്മൾ കമ്പിയിൽ 3 ചെറിയ പീസുകൾ ഒട്ടിച്ചു. അതിനുശേഷം ഇതേപോലെ ഒരു വലിയ പീസ് കൂടി പലക നമ്മൾ എടുത്തിട്ടുണ്ട്, അത് കോർത്ത് നമ്മൾ അതും ഒട്ടിച്ചെടുക്കുന്നുണ്ട്. രണ്ടാമത്തെ സൈഡിലെ പലകയിൽ നമ്മൾ ഒട്ടിച്ചെടുത്തു. അതിനുശേഷം 2 ഭാഗങ്ങളിൽ നമ്മൾ ഓരോ ചെറിയ പീസുകൾ കോർത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ കമ്പികൾ 2 ഭാഗത്തു നിന്നും വരുന്ന കമ്പികൾ ഇതേപോലെ കൂട്ടി പിടിച്ചതിന് ശേഷം നമ്മളത് കെട്ടുകമ്പി ഉപയോഗിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയെടുക്കുന്നുണ്ട്.
അത് നമ്മൾ കെട്ടിയെടുത്തു. അതിനുശേഷം അതാ മുകൾ ഭാഗത്തേക്ക് വരുന്ന മരത്തിൻ്റെ പീസുകൾ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ എല്ലാ പീസുകളും മരത്തിൻ്റെ പീസുകളും നമ്മൾ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മരത്തിൻ്റെ കുറച്ച് ഇതേപോലെയുള്ള പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് 5 പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അത് ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മളിതാ ഒരു ഫ്ലവർ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിത് നമ്മൾ ഇതേപോലുള്ള കയറെടുക്കുന്നുണ്ട്. ആ കയറെടുത്തതിന് ശേഷം ഈ കമ്പിയിൽ നമ്മൾ മുഴുവനായിട്ടും എല്ലാ ഭാഗത്തും കമ്പിയിൽ നമ്മൾ ഈ കയറ് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കമ്പിയിൽ മുഴുവനായിട്ട് നമ്മൾ കയറ് ചുറ്റിയെടുത്തു. ഇനി നമ്മൾ ഒന്ന് ഫ്ലെക്സിക്ക് അതിൽ ഗമ്മ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മരത്തിൻ്റെ കട്ട വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഇതേപോലെ കയറിലേക്ക് ആ ഗമ്മൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഫ്ലവർ നമ്മളിതാ ഈ ഭാഗത്തായിട്ട് ഫിറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ സ്റ്റാൻഡിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള ഫ്ലവർ സ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ ഫ്ലവറുകളൊക്കെ വെച്ചിട്ടുണ്ട്, അതേപോലെ പ്ലാന്റുകളും വെച്ചിട്ടുണ്ട്. 2 സൈഡ് ഭാഗങ്ങളിലേക്കായിട്ട് നമ്മളിതാ ഇൻഡോർ പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്. നടുഭാഗത്ത് നമ്മളിതാ അടിഭാഗത്ത് ഫ്ലവറാണ് കൊടുത്തത്. അപ്പോൾ അതെങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ അത് 2 ഭാഗത്തും നല്ല ഇൻഡോർ പ്ലാന്റുകളൊക്കെ നമുക്ക് വെച്ച് കൊടുക്കുക, അതേപോലെ ഫ്ലവറുകൾ വെച്ച് കൊടുക്കുക. അപ്പോൾ അതാ മരപ്പലകകളും അതേപോലെ തന്നെ മരത്തിൻ്റെ ചെറിയ പീസുകളും അതേപോലെ തന്നെ കമ്പി ഉപയോഗിച്ച് നമ്മൾ ചെയ്തെടുത്ത ഫ്ലവർ സ്റ്റാൻഡ് എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്ലവർ സ്റ്റാൻഡാണ്. അപ്പോൾ നമ്മുടെ ഈ ക്രാഫ്റ്റ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തിരിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.